സാധാരണ ആൾക്കാർ പ്ലംബിങ്ങിന്റെ ബഡ്ജറ്റ് കട്ട് ചെയ്യാന്നോ അല്ലെങ്കിൽ പ്ലംബിംഗ് കോസ്റ്റ് എഫക്റ്റീവ് ആകണമെന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ് പോകുന്നത് അത്രയും വലിയ മെറ്റീരിയൽസ് എടുക്കണ്ട വേണോ, നമുക്ക് വില കൂടിയ സാനിറ്ററി ഫിക്സ്ചേഴ്സ് മേടിക്കണ്ട വില കുറഞ്ഞ സാധനങ്ങൾ എടുത്താൽ മതി. സ്വാഭാവികമായിട്ടും അവരുടെ ചിന്ത അങ്ങനെയാണ്. ഇത് ശരിയാണ്, ഇത് തെറ്റാന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. പക്ഷെ അതിന്റെ മെയിൻ കോസ്റ്റ് സേവിങ് അവിടെ അല്ല ഇരിക്കുന്നത്. അല്ല, മെയിൻ കോസ്റ്റ് സേവിങ് ഇരിക്കുന്നത് ഇതിന്റെ സ്കീമിലാണ്. വെള്ളം എങ്ങനെ പുറത്തുനിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിണർ വെള്ളം ഉണ്ടാകാം, ബോർ വെള്ളം ഉണ്ടാകാം, മുനിസിപ്പാലിറ്റി വാട്ടർ സപ്ലൈ ഉണ്ടാകാം, ടാങ്കർ വെള്ളം ഉണ്ടാകാം. ഇങ്ങനെയുള്ള എങ്ങനെയോ നമ്മുടെ വീടിന്റെ ഉള്ളിലെ ആ ഒരു പ്ലംബിംഗ് സ്കീമിലേക്ക് വെള്ളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ വെള്ളം കൺസ്യൂം ചെയ്ത് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന സാധനം എങ്ങനെയോ നമ്മൾ കളയുന്നുണ്ട്. അത് സെപ്റ്റിക് ടാങ്ക് ആകാം, അല്ലെങ്കിൽ വെറും ചില കേസിൽ വെറുതെ കുഴി കുത്തി വെച്ചിട്ടുണ്ടാകാം. എങ്ങനെയാന്ന് വെച്ചാൽ ഇത് പോകുന്നുണ്ടാവാം. ഈ ഒരു മൊത്തത്തിലുള്ള സംഭവത്തിനെയാണ് നമ്മൾ പ്ലംബിംഗ് സ്കീം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ പ്ലംബിംഗ് സ്കീമിലാണ് ഇതിന്റെ ബ്രില്യൻസ് ഇരിക്കുന്നത്. എങ്ങനെയാണ് കോസ്റ്റ് കുറയ്ക്കുന്നത് എന്നുള്ളതിൽ. അതായത് പൈപ്പ് കോസ്റ്റ് കുറഞ്ഞത് മേടിച്ചത് കൊണ്ടോ, അതിന്റെ ഫിക്സിംഗ് മെക്കാനിസത്തിൽ കോസ്റ്റ് കുറച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ജാഗ്വാർ എന്നുള്ളത് മാറ്റി ഇച്ചിരിയോടെ ചീപ്പർ ബ്രാൻഡ് എടുക്കുന്നതില്ല. അല്ല, ഇതിലൊക്കെ കോസ്റ്റ് നിങ്ങൾക്ക് ലാഭിക്കാം, ഇല്ല എന്നല്ല പറയണേ. പക്ഷെ മെയിൻ സാധനം ഇരിക്കുന്നത് അവിടെയല്ല, ഇതിന്റെ സ്കീമിലാണ്.